ചിലപ്പോൾ എനിക്ക് മുടി കിട്ടാറുണ്ട്. അറിഞ്ഞോണ്ട് ഒരാൾ നമുക്ക് മുടിയിട്ട് ഭക്ഷണം തരൂലല്ലോ. ഞാൻ ഇപ്പം ഇവിടെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോവുക, ആക്കുമ്പോൾ പീൻ ഇങ്ങനെ കോരുന്നതിന്റെ അടുക്ക് മുടി ഇങ്ങനെ തൂങ്ങി. അപ്പൊ ഞാൻ എന്താ ചിന്തിക്കുക, അറിയാണ്ട് വീണതായിരിക്കും. അല്ലാണ്ട് ഒരു ഭാര്യയും ഇന്ന് മൂപ്പർക്ക് ഒരു മുടി കിടക്കട്ടെ എന്ന് കരുതിയിടൂല. മൊയ്ലിയാരിന്ന് വരുന്നാലേ മൂപ്പര് അധികം തന്നരുത്, ഒരു മുടി കിടക്കട്ടെ, വെക്കൂല. ആ തിരിച്ചറിവാണ് കുടുംബം, ആ ബോധം മനസ്സിലാക്കലാണ് കുടുംബം. അതേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. ഓളിൽ എന്ത് പോരായ്മ നല്ല ചിന്തിക്കണ്ടേ, അവളെ കൊണ്ട് എനിക്ക് എന്ത് ഗുണം ഉണ്ടായി എന്ന് ചിന്തിക്കി. അതാ ഒരു നല്ല ഭർത്താവിന്റെ ലക്ഷണം. അഹ്സനുക്കും ലിനിസാഇക്കും, അവളെ ആദരിക്കണം, പരിഗണിക്കണം. കാരണം പ്രസവിച്ച പെണ്ണ. ഈ ദുനിയാവിന്റെ ലോകത്തിന്റെ നിലനിൽപ്പ് പടച്ചോൻ കൊരുത്ത വയറാണത്. ഈ ഇരിക്കുന്ന ആണുങ്ങൾ മുഴുവനും ഈ ഇരിക്കുന്ന പല പെണ്ണുങ്ങളെയും വയറിലുണ്ടായതാ. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളെ വയറിലുണ്ടായതാ നമ്മളൊക്കെ എങ്കിൽ നമ്മളെ വയറ്റില് ഒരൊറ്റ പെണ്ണും ഇരുന്നോലില്ല കൂട്ടത്തിൽ. ഒരൊറ്റ പെണ്ണും നമ്മളെ വയറ്റിൽ കിടന്നിട്ടിങ്ങളില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണിനെ ആദരിക്കണം, പരിഗണിക്കണം.